പാല് പിരിഞ്ഞു പോയാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? അതെടുത്ത് ഡസ്റ്റ്ബിന്നിൽ കളയും അല്ലേ? പക്ഷേ ഇനി അങ്ങനെ വേണ്ട. പിരിഞ്ഞ പാൽ വെച്ചിട്ട് നമുക്ക് ഉഗ്രനൊരു ഡെസേർട്ട് ഉണ്ടാക്കാം, അതും വളരെ എളുപ്പത്തിൽ. ഓക്കെ, ആ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇന്ന് നിങ്ങളോട് ഞാൻ ഇന്ത്യയുടെ സ്വന്തം ആം ആദ്മിയെക്കുറിച്ച് പറയാം. പാർട്ടിയല്ല ഉദ്ദേശിച്ചത് കേട്ടോ, ഇന്ത്യയുടെ മാംഗോ മാൻ. ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പൂജ ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. അപ്പോൾ പിരിഞ്ഞു പോയ പാൽ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിൽ ഒന്ന് കെട്ടി വയ്ക്കുക, ഒരു 1-2 മണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ട്, ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അതല്ലെങ്കിൽ ഷുഗർ മതി. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ എത്ര വെറൈറ്റീസ് ഓഫ് മാംഗോസ് കഴിച്ചിട്ടുണ്ടാവും? വളരെ കുറച്ച് അല്ലേ? എന്നാൽ സച്ചിൻ തെണ്ടുൽക്കർ, ഐശ്വര്യ റായ്, നമോ ഇങ്ങനത്തെ മാംഗോസ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. ഈ മാംഗോസ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പദ്മശ്രീ ഹാജി കലിമുല്ല ഖാൻ്റെ മാമ്പഴത്തോട്ടത്തിൽ ചെല്ലണം. ലഖ്നൗവിന് അടുത്തുള്ള മലിഹാബാദിലാണ് പദ്മശ്രീ ഹാജി കലിമുല്ല ഖാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു മാമ്പഴത്തോട്ടം ഉള്ളത്. ഇവിടെ ഏകദേശം 800-ൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു മാവിൽ തന്നെ 300-ൽ കൂടുതൽ വെറൈറ്റി ഓഫ് മാംഗോസ് അദ്ദേഹം ഗ്രാഫ്റ്റിംഗ് ടെക്നിക്കിലൂടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരിക്കലും നമുക്കും ഈ പറഞ്ഞ സച്ചിൻ തെണ്ടുൽക്കർ, ഐശ്വര്യ റായ്, നമോ മാംഗോസ് ഒക്കെ കഴിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രോസൺ മാംഗോ ഡെസേർട്ടിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ മാമ്പഴവും പിന്നെ കണ്ടൻസ് മിൽക്കും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പിരിഞ്ഞു പോയ പാല് നമ്മൾ കെട്ടി വെച്ചില്ലേ, അത് എടുത്ത് നോക്കാം. ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ വളരെ എന്താ പറയുക, ഡ്രൈ ആയി കിട്ടുന്ന ഒരു കേർഡ്, അതാണ് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇടാം. അതായത് മാമ്പഴവും നമ്മൾ കണ്ടൻസ് മിൽക്കും കൂടെ, മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഐസ്ക്രീം ടെക്സ്ചറിലുള്ള സംഭവം നമുക്ക് റെഡിയായി കിട്ടും. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ധൃതി പിടിക്കണ്ട. ഇത്രയൊക്കെ ഉണ്ടാക്കിയതല്ലേ, എന്നാൽ പിന്നെ ഒരു 1-2 മണിക്കൂറും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ആക്കിയിട്ട് സിൽവർ ഫോയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടപ്പുള്ള പാത്രമാണെങ്കിൽ അതായാലും മതി, അത് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ തണുപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഐസ് ആയി എന്ന് തോന്നുകയാണ് മുകളിൽ നിന്നുണ്ടെങ്കിൽ, കാരണം ഓരോ ഫ്രിഡ്ജിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലരുടെ ഇത് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഐസ്ക്രീമൊക്കെ ചിലപ്പോൾ മുകളിൽ കുറേശ്ശെ ഐസ് ആയി എന്ന് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു മാംഗോ ഫ്രോസൺ യോഗർട്ട് റെഡിയായി കിട്ടും. ഓക്കെ, കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും, കാരണം അത്രയും ടേസ്റ്റിയാണ് സംഭവം. അപ്പോൾ മാമ്പഴക്കാലമൊക്കെ തീരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കിഡിലൻ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അടുത്ത ഒരു ഉഗ്രൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, സേഫ് ആയിരിക്കുക.